നിനക്ക് ഒരുപാട് സ്കാം കോൾസ് വരുന്നുണ്ടല്ലോ. ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്. ഞാനിവിടെ UAE ആദ്യമായിട്ട് വരുന്ന സമയത്ത് എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഞാനിങ്ങനെ എടുത്തു. ആ സമയത്ത് എന്റെ പേര് ഷേഖ് ബ്ലാ 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 എന്തോ ഒരു നീണ്ടൊരു പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എമിറേറ്റ്സ് ഐഡി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. അന്ന് എനിക്ക് എമിറേറ്റ്സ് ഐഡി പോലും ഇല്ല. ലിങ്ക് എല്ലാം പറഞ്ഞത് അതുകൊണ്ട് എനിക്കത് മനസ്സിലായ സ്പാം വന്ന്. അല്ലാണ്ട് നമ്മൾ പുതിയൊരു കൺട്രിയിൽ ആദ്യമായിട്ട് വരുമ്പോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താ നമുക്ക് വലിയൊരു അവയർനെസ് ഉണ്ടാവില്ല. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ഒരു ജെന്യുവിൻ കോൾ പോലത്തെ ഒരു കോൾ വരുമ്പോ ഡെഫിനറ്റ്ലി നമ്മൾ അതിനകത്ത് വീണു. ഒരു OTP ഒക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി ശരിക്കും അവയർ ആയിരിക്കണം. അപ്പൊ ചെറിയ ചെറിയ ഹുക്സ് ആൻഡ് ക്ലൂസ് വെച്ചിട്ട് നമ്മളത് മനസ്സിലാക്കണം ഇത് സ്പാം ആണ് അല്ലെങ്കിൽ ഇത് റോങ് കോൾ ആണെന്നുള്ള കാര്യം. വേറൊരു സംഭവം നടക്കുന്നത് വെച്ചാൽ ബ്ലൂ ഡാർട്ടില്ലേ, ബ്ലൂ ഡാർട്ടിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോൾ വരും. സ്വാഭാവികമായിട്ടും നമ്മളെടുത്ത് ബ്ലൂ ഡാർട്ട് അല്ലേ, വി നോ ഡെലിവറി സംഭവമാണ്. അപ്പൊ നാട്ടിൽ നിന്ന് ഗിഫ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇതെടുത്ത് ഡെലിവറി ഗൈയുടെ നമ്പർ ഇതാണ്, ഇതിനകത്തോട്ട് വിളിച്ചാൽ മതി. സ്വാഭാവികമായിട്ടും നമ്മൾ വിളിക്കും. IVR പോലെ ഉള്ള നമ്പറാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനകത്ത് വിളിക്കും. അത് വിളിക്കുമ്പോഴത്തേ ഫോൺ ഹാക്ക് ആവും. മേ ബി ബാങ്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ചോർന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് അറിയാണ്ട് വന്നതാണ്, എനിക്ക് തിരിച്ചയച്ചു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് വി ഷുഡ് റിപ്പോർട്ട് ഇറ്റ് ഇമീഡിയറ്റ്ലി ആൻഡ് നോട്ട് യൂസ് ദാറ്റ് ക്യാഷ്. ഇതിന്റെ സോഴ്സ് എന്താണെന്ന് നമുക്ക് അറിയില്ല, എവിടെന്നാ ഇത് വരുന്നതെന്ന് നമുക്കറിയില്ല. ഈ OTP വരാതെ ആപ്പ് വെരിഫിക്കേഷൻ തന്നെ ചെയ്യാനായിട്ടുള്ള പരിപാടി UAE ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ഓൾറെഡി എമിറേറ്റ്സ് NBD അടുത്ത് തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് അതുവഴി തട്ടിപ്പിനിരയാവുന്നതൊക്കെ കുറെയൊക്കെ കുറയും എന്ന് ആണ് ഇപ്പോഴത്തെ പുതിയൊരു അപ്ഡേറ്റ്. അപ്പൊ ഇനി OTP വരൂല അല്ലേ? അതെ, അവരത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് വെരിഫിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ട് തന്നെ അവർക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും.